Good afternoon all. Welcome to Civil 360 IAS Academy and welcome to today's Hindu newspaper analysis. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Before that, we are introducing a new program called Prelims Mains Campaign. ഇതൊരു ഇൻ്റഗ്രേറ്റഡ് പ്രിലിംസ് മെയിൻസ് ടെസ്റ്റ് സീരീസ് ആണ്. എന്നാൽ ടെസ്റ്റ് സീരീസ് മാത്രമല്ല, ഇതിനകത്ത് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQ തീംസ് ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിനെ നമ്മൾ അഗൈൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. മെയിൻ ഷുവർ എന്നും പ്രിലിം ഷുവർ എന്നും. മെയിൻ ഷുവർ ഈസ് ഫോർ യുവർ മെയിൻസ് പ്രിപ്പറേഷൻ ആൻഡ് പ്രിലിം ഷുവർ ഈസ് ഫോർ യുവർ പ്രിലിംസ് പ്രിപ്പറേഷൻ. മാത്രമല്ല മറ്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ഇൻ ഹൈബ്രിഡ് മോഡൽ. അതായത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സ്റ്റുഡൻസിന് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഡെയിലി ആൻസർ റൈറ്റിംഗ്. ഇപ്പോൾ മെയിൻ ഷുവർ എന്ന് പറഞ്ഞ ഭാഗത്താണെന്നെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ആൻസർ റൈറ്റിംഗ് ഉണ്ടാവും. പ്രിലിംസിൻ്റെ ഭാഗത്ത് പ്രിലിം ഷുവറിലാണെന്നെങ്കിൽ ഡെയിലി MCQ ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. മാത്രമല്ല സെക്ഷണൽ ആൻഡ് ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ ഉണ്ടാവും. വി ആർ ഗിവിങ് എ പേഴ്സണൽ മെൻറ്റർ ഫോർ യു. നിങ്ങൾ ഓരോരുത്തരെയും ഗൈഡ് ചെയ്യാനായിട്ട് പേഴ്സണലായിട്ടൊരു മെൻറ്റർ അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഇതിനെ സംബന്ധിച്ച് ഒരു ഓറിയൻറ്റേഷൻ, ഈ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഒരു ഓറിയൻറ്റേഷൻ 20-ാം തീയതി കൊടുക്കുന്നുണ്ട്. 20-ാം തീയതി ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ജോയിൻ ചെയ്യാൻ പറ്റും 20-ാം തീയതി. അതിന് ജോയിൻ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളെല്ലാം സിവിൽ 360 IAS അക്കാദമിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അവിടെ വെച്ച് കാണാം. ദെൻ ഫസ്റ്റ് ന്യൂസ്, SC opposes use of SIR data for non-poll task. ഫസ്റ്റ് പേജിലുള്ള ന്യൂസാണ്. അതായത് SIR നടക്കുന്നുണ്ട്. എന്താ? സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലക്ഷൻ നടക്കുന്നതിന് മുന്നേ അവിടെ ഇലക്ടോറൽ റോൾ, അതായത് ആർക്കൊക്കെ ഈ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ലിസ്റ്റ് തയ്യാറാക്കില്ലേ, അത് റിവൈസ് ചെയ്യുന്നതിനെയാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത്. ഇതാരെ കണ്ടക്ട് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പം ഈ ഒരു SIRന്റെ ഡാറ്റ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യരുത്. അതായത് ഇലക്ടോറൽ പർപ്പസിന് മാത്രമേ SIRന്റെ ഡാറ്റ ഉപയോഗിക്കാൻ പാടുള്ളൂ, മറ്റു പർപ്പസിന് യൂസ് ചെയ്യരുത് എന്ന് പറയുന്നതാണ്. സുപ്രീം കോടതിയുടെ വിധിയാണ്. കാരണം യൂസ് ചെയ്ത് വെസ്റ്റ് ബംഗാളിലൊക്കെ മറ്റ് സ്കീംസിൻ്റെ ബെനിഫിഷ്യറീസ് ഒക്കെ തിരിച്ചറിയാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. ദെൻ സെക്കൻഡ് ന്യൂസ് ഇസ് അബൌട്ട് സെമി കണ്ടക്ടർ മിഷൻ 2.0. ഈ അടുത്ത് ഗവൺമെൻറ് ലോഞ്ച് ചെയ്തേക്കുന്നതാണ്. അത് ഓൾറെഡി നമുക്ക് സെമി കണ്ടക്ടർ മിഷൻ ഉണ്ടായിരുന്നു. അത് രണ്ടാമത്തെ ഫേസ് അല്ലെങ്കിൽ 2.0 എന്നുള്ള രീതിയിൽ പുതിയൊരു പ്രോഗ്രാം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും ദെൻ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ. ദെൻ ദ ട്രേഡ് ഡീൽ ദാറ്റ് ടെസ്റ്റ് ഇന്ത്യാസ് കോമ്പറ്റീറ്റീവ് കോൺഫിഡൻസ്. അതായത് ഈയിടെ ഇന്ത്യയും UK തമ്മിൽ കോംപ്രഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ 15-ാം തീയതി ആയിരുന്നു അത് നിലവിൽ വന്നത്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ് കേട്ടോ അത്. അതിന് ഇന്ത്യ UK റിലേഷനെ ഏറ്റവും എന്താ പറയുക ഒരു നാഴികക്കല്ലാണ് ഈ ഒരു എഗ്രിമെന്റ്. സോ ഇപ്രാവശ്യത്തെ മെയിൻസിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. 2026 മെയിൻസ് എഴുതാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. ദെൻ നെക്സ്റ്റ് ന്യൂസ്, ഇതൊരു കേരളത്തിലുള്ള ന്യൂസാണ്. ഓപ്പറേഷൻ തൂഫാൻ നമുക്ക് അറിയുന്നില്ലേ? അതായത് ഡ്രഗ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രഗ്സ് ആൻഡ് പിന്നെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ ഒക്കെ കൺസംഷൻ അല്ലെങ്കിൽ അതിൻ്റെ ട്രേഡൊക്കെ തടയാൻ വേണ്ടി ഓപ്പറേഷൻ തൂഫാൻ നമ്മൾ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും പിന്നെ അത് നമ്മൾ കേരള പേഴ്സ്പെക്റ്റീവിൽ മാത്രമല്ല നോക്കുക, ഓൾ ഇന്ത്യ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ ഈ ന്യൂസിനെ നോക്കും. ഓക്കെ, ഇപ്പോൾ കേരളത്തെക്കുറിച്ച് കാര്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിലും ഓൾ ഇന്ത്യ ലെവലിൽ ഇതുപോലെ എന്താ പറയുക ഡ്രഗിൻ്റെ ട്രാഫിക്കിങ്ങും അല്ലെങ്കിൽ കൺസംഷനും അല്ലെങ്കിൽ യൂത്ത് നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം. ഓക്കെ, ഇത്തരം കാര്യങ്ങളായിരിക്കും ആ ന്യൂസിൽ. ദെൻ അടുത്തത്, ഇന്ത്യാസ് പാർലമെന്റ് മസ്റ്റ് നോട്ട് സ്റ്റേജ് ഓൺ ഈസ് കഡേവ് സിനോഡ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ജഡ്ജ് റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിസൈൻ ചെയ്ത ജഡ്ജിനെ അഗെയിൻ ഇംപീച്ച് ചെയ്യാനുള്ളൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട് പാർലമെന്റിൽ. അതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് നടക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യകത ഉണ്ടോ? ശരിക്കും ഒരു സുപ്രീം കോടതി ജഡ്ജിനെയോ ഹൈക്കോടതി ജഡ്ജിനെയോ എങ്ങനെയാണ് റിമൂവ് ചെയ്യുക, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്താ, ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ജഡ്ജസ് എൻക്വയറി ആക്ട് എന്താ, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ ന്യൂസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ന്യൂസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ് അല്ല, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ്, ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ന്യൂസ് ഇതാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ India-UK Comprehensive Economic and Trade Agreement came into force in July 2025, providing major tariff concessions and enhancing bilateral trade.
ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രേഡ് എഗ്രിമെൻറ്റ്, കോംപ്രഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെൻറ്റ് ഇന്ത്യയും UK-യും സൈൻ ചെയ്ത് നിലവിൽ വന്നിട്ടുണ്ട്. സോ ഇത് ആക്ച്വലി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ബൂസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ബൈലാറ്ററൽ റിലേഷനും ഇമ്പ്രൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ അല്ലേ? അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് തിങ്, ഈ ഒരു ട്രേഡ് എഗ്രിമെൻറ്റ് വന്നേക്കുന്നല്ല, ഇറ്റ് വുഡ് ബൂസ്റ്റ് അവർ എക്സ്പോർട്ട്. നമ്മുടെ എക്സ്പോർട്ട് കയറ്റുമതി കൂട്ടും. അതായത് ഇപ്പോൾ നിലവിൽ 99% ഓഫ് ഇന്ത്യൻ എക്സ്പോർട്സ് ബൈ വാല്യൂ ടു ദ UK വിൽ എൻജോയ് ഡ്യൂട്ടി ഫ്രീ ആക്സസ്. അതായത് 99%ഉം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ബൈ വാല്യൂ വെച്ച് നോക്കുമ്പോൾ 99% നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഡ്യൂട്ടി ഫ്രീ ആക്സസ് ആ UK-യിലോട്ട്. അതായത് നമ്മളവിടെ ടാക്സും താരിഫും ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ എക്സ്പോർട്ട് ഇവിടുന്ന് ഡയറക്റ്റ്ലി അവിടെ കൊണ്ടുപോയി നമുക്ക് ഇറക്കാൻ പറ്റും. സോ മേജർ ബെനിഫിഷ്യറീസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ബൂസ്റ്റ് ചെയ്യുന്നത് ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ലെതർ, ഫുഡ് വെയർ, മറൈൻ പ്രൊഡക്ട്സ്, ഫുഡ് പ്രോസസ്ഡ് ഫുഡ്, എഞ്ചിനീയറിംഗ് ഗൂഡ്സ്, ഓട്ടോ കമ്പോണൻസ്, ഈ മേഖലയ്ക്കെല്ലാം ഭയങ്കര ഒരു ബൂസ്റ്റ് ആയിരിക്കും ഇതുപോലെയുള്ളൊരു താരിഫ് കൺസെഷൻ കൊടുക്കുന്നത്. മാത്രമല്ല ഈ ഇൻഡസ്ട്രീസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ദീസ് ആർ ഒരുപാട് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസാണ്, അല്ലെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സാണ്. അതായത് ഇപ്പോൾ ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെൻറ്റ്സ് വിചാരിക്കാം. ഇപ്പോൾ ടെക്സ്റ്റൈൽ ഗാർമെൻറ്റ്സ് ഇൻഡസ്ട്രി പുരോഗമിക്കുന്നു എന്ന് വിചാരിക്കുക, അവരുടെ എക്സ്പോർട്ട് കൂടുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഒന്നാമത് ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ഒരുപാട് ആൾക്കാരെ വേണം, ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു സെക്ടറിൽ ഗ്രോത്ത് ഉണ്ടാകും തോറും പുതിയ എംപ്ലോയ്മെൻറ്റ് അവിടെ ജനറേറ്റ് ചെയ്യും. സോ ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ് ആയതുകൊണ്ട് തന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷനും ഹെൽപ്പ് ആകുന്നുണ്ട്. അപ്പോൾ ഇത്തരം മേഖലയിൽ എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ കൂടുന്നത് എംപ്ലോയ്മെൻറ്റ് ജനറേഷനോട്ടും നയിക്കുന്നുണ്ട്. ദെൻ ഇംപ്രൂവ്ഡ് കോമ്പറ്റീറ്റീവ്നെസ്. ആക്ച്വലി ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, കംബോഡിയ ഈ രാജ്യങ്ങൾക്കൊക്കെ ഓൾറെഡി ഒരു ഡ്യൂട്ടി ഫ്രീ ആക്സസ് UK-യിൽ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് മാത്രം ഇല്ലാണ്ടിരുന്നു ഈ ഒരു മേഖലയിൽ നിന്നിട്ട്. അപ്പോൾ ഇന്ത്യക്കും കൂടി അത് കിട്ടി. അപ്പോൾ പണ്ട് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. നമ്മുടെ അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അവിടെ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി ഒക്കെ കൊടുത്തിട്ട് ഇവിടെ ഇന്ത്യൻ എക്സ്പോർട്ട് ചെയ്തേക്കുന്ന സാധനങ്ങൾക്ക് വില കൂടുതലായിരിക്കും. കാരണം ഈ ഡ്യൂട്ടി എല്ലാം മീൻസ് കസ്റ്റം ഡ്യൂട്ടി അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ താരിഫൊക്കെ ചുമത്തിയിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രോഡക്ട്സിന് വില കൂടുതലായിരിക്കും. ഇപ്പോൾ ആ ഡ്യൂട്ടീസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റീവ് എഡ്ജ് നമുക്ക് ഈ ഒരു എഗ്രിമെൻറ്റ് പ്രകാരം കിട്ടുന്നുണ്ട്. നമുക്ക് ലോ കോസ്റ്റിന് നമുക്ക് അവിടെ വിൽക്കാനും പറ്റുന്നുണ്ട്. നമ്മുടെ എക്സ്പോർട്ട് മാർക്കറ്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ദെൻ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്സ്. ഇന്ത്യ ആക്ച്വലി ഒരുപാട് ജനറിക് മെഡിസിൻസ് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ പ്രസിദ്ധമായിട്ടൊരു രാജ്യമാണ് ഇന്ത്യ. UK-യിലോട്ട് ഇനി കൂടുതലും നമുക്ക് എന്ത് ചെയ്യും, ജനറിക് മെഡിസിൻസ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യാം വിത്തൗട്ട് ഇനി ഡ്യൂട്ടി. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യാസ് പൊസിഷൻ ആസ് എ ഗ്ലോബൽ സപ്ലയർ ഓഫ് അഫോർഡബിൾ ഫാർമസ്യൂട്ടിക്കൽസ് എന്നൊരു രീതിയിൽ ഇന്ത്യയുടെ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദെൻ ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ. ഓക്കെ, ഇത് വേറൊരു സംഭവമാണ്. ഈ ഒരു കൺവെൻഷൻ ഒരു എഗ്രിമെൻ്റാണ്, ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറയാം, പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നിട്ട് ഒരാൾ UK-യിലോട്ട് പോയി, UK-യിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UK-യിൽ വർക്ക് ചെയ്യുമ്പോൾ UK-യിലും കൊടുക്കണം, ഇന്ത്യയിലും കൊടുക്കണം സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ്. സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വെൽഫെയർ പ്രോഗ്രാംസിലോട്ട് നമ്മൾ കുറച്ച് കോൺട്രിബ്യൂഷൻ കൊടുക്കണം, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ. അല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് റിട്ടയർമെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പൈസയിലോട്ട് കുറച്ച് കോൺട്രിബ്യൂഷൻ കൊടുക്കണം. ഇതാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പണ്ട് എങ്ങനെയായിരുന്നു വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് UK-യിൽ പോയ ആൾ ഇന്ത്യയിലും കൊടുക്കണം, അതുപോലെ തന്നെ UK-യിലും സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് നൽകണമായിരുന്നു. പക്ഷേ ഇനി മുതൽ അത് വേണ്ട. അതായത് 5 വർഷം വരെ കാലാവധി നമ്മൾ അവിടെ നിൽക്കാമെന്ന് വിചാരിക്കുക. 5 വർഷം വരെ UK-യിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ UK-യിൽ ഇനി സോഷ്യൽ കോൺട്രിബ്യൂഷൻസ് കൊടുക്കണ്ട, ഇന്ത്യയിൽ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഡബിൾ കോൺട്രിബ്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു എഗ്രിമെൻറ്റ് ഓൾറെഡി ഈ ഒരു ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ കൂടെ നിലവിൽ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? ഒന്നാമത്തെ കാര്യം, 2 സ്ഥലത്തും പൈസ കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആൾക്കാർ UK-യിലോട്ടൊക്കെ പൊതുവേ പോകുന്ന ആൾക്കാർ ഒരു 3 വർഷമൊക്കെ അവിടെ താമസിക്കുന്നവരുണ്ട്, 3 വർഷം 4 വർഷം. അപ്പോൾ നമുക്ക് ഈ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ്റെ അതിൻ്റെ ഒരു റിട്ടേൺ നമുക്ക് കിട്ടാൻ UK-യിൽ നിന്ന് ഒരുപാട് വർഷം പിടിക്കും, ഓൾറെഡി ഒരു 5 വർഷമൊക്കെ പിടിക്കും. അപ്പോൾ അതിനായിട്ട് മുന്നേ ഇവർ ഇവിടെ നിന്ന് റിട്ടേൺ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവർ പൈസ കൊടുത്തൊന്നും തിരിച്ച് കിട്ടുന്നില്ല. സോ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ ഇന്ത്യയും UK-യും വന്നിട്ടുണ്ട്. സോ ഇറ്റ് വുഡ് ബെനിഫിറ്റ് ഓൾമോസ്റ്റ് 75,000 വർക്കേഴ്സ്
around 900 companies an estimated annual saving of $600 million. ഓക്കെ, ഇത്രയും സേവ് ചെയ്യാനും പറ്റും. ദെൻ നമ്മളൊരു പാലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അല്ലേ. അപ്പോൾ ഇന്ത്യക്ക് ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ട്, അപ്പോൾ UK-ക്കും ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇന്ത്യയിലോട്ട് ബ്രിട്ടീഷ് കാറുകളാണെന്നുണ്ടെങ്കിലും സ്കോച്ച് വിസ്കി മുതലായിട്ടുള്ള പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിലും ഇന്ത്യയിലോട്ട് ഇനി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ചുമത്തുന്ന നികുതിയുടെ അളവ് കുറവായിരിക്കും. ഓക്കെ, ഇങ്ങനൊരു പ്രൊവിഷൻ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. Then what is the significance for India? The first thing is enhances employment through labor intensive export. ഞാൻ പറഞ്ഞു ഗാർമെന്റ്സിന്റെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഇതൊക്കെ അത്യാവശ്യം ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇവരുടെ എക്സ്പോർട്ട് കൂടുന്തോറും ഇവിടെ നിന്ന് ഒരു സൈഡിൽ കൂടെ എംപ്ലോയ്മെന്റ് ജനറേഷൻ നടക്കുന്നുണ്ട്. ദെൻ ഇംപ്രൂവ് മാർക്കറ്റ് ആക്സസ് ഫോർ ഇന്ത്യൻ പ്രോഡക്ട്സ്. ദെൻ എൻകറേജസ് ഗ്രേറ്റർ കോമ്പറ്റീറ്റീവ് ഇൻ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. അതെങ്ങനെയാണ്? അതായത് നമ്മുടെ ഈ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ കാരണം നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എങ്ങനെയാണ് ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് വരുന്നത്? ഒന്നാമത്തെ കേസ്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ കമ്പനിക്കാരും നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എക്സ്പോർട്ട് ചെയ്യുമ്പോൾ. ഇനി ഇമ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക സാധനങ്ങൾ. ഇപ്പോൾ ബ്രിട്ടനിൽ നിന്നിട്ട് അല്ലെങ്കിൽ UK-യിൽ നിന്നിട്ട് സാധനങ്ങൾ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവർ നല്ല വാല്യൂ ഉള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും ഒരു പക്ഷേ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഇന്ത്യയിലോട്ട്. അങ്ങനെ ആകുമ്പോൾ ഡൊമസ്റ്റിക്കലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അത്രത്തോളം ചിലപ്പോൾ ക്വാളിറ്റി വാല്യൂ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്തിന് ഇന്ത്യൻ മാർക്കറ്റിൽ വാല്യൂ കൂട്ടാൻ ശ്രമിക്കും. അവർ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിനായിട്ട് മാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്വാളിറ്റിയും വാല്യൂ ഒക്കെ കൂട്ടും. സോ ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ദെൻ ഇറ്റ് അട്രാക്ട്സ് ദ ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ ഹെൽപ്പ് ഫോർ അച്ചീവിങ് the vision of making India an export-led growth. Okay? Then what are the challenges? The first thing, domestic automobile and liquor industry may face increased competition. അതായത് ബ്രിട്ടനിൽ നിന്ന് കാറുകൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം, അതിന് കുറച്ച് ടാക്സ് ഒക്കെ കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലിക്വർ കാര്യങ്ങൾക്ക് വിസ്കി ഇതിനൊക്കെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള ഇൻഡസ്ട്രീസിനെ അത് ചെറുതായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്, കാരണം അവരുടെ പ്രൊഡക്ട്സ് വില കുറവിൽ എത്തുന്നു. Okay, then MSMEs need greater awareness to utilize the free trade agreement benefits. അതായത് ഇപ്പം ഇങ്ങനെ എഗ്രിമെന്റ് വന്നത് തന്നെ ആക്ച്വലി പല MSMEs മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അവരിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. അതിപ്പോഴും വന്നത് അത് ചലഞ്ചായിട്ടാണ് നിൽക്കുന്നത്. ദെൻ ലോ യൂട്ടിലൈസേഷൻ റേറ്റ് ഓഫ് FTAs റിമെയിൻസ് എ കൺസേൺ. പല രാജ്യങ്ങളായിട്ട് നമുക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട്, അത് ആക്ച്വലി പേപ്പറിൽ മാത്രമല്ല, അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല. അപ്പോൾ ഇന്ത്യയും UK ഇതുപോലെയുള്ളൊരു എഗ്രിമെന്റ് വന്നിട്ട് അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അതിനെ കൊണ്ടൊരു കാര്യമില്ല. ദെൻ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് ഡിപ്പെൻഡ്സ് ഓൺ ലോജിസ്റ്റിക്സ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി പ്രൊഡക്ട്സിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനൊരു ലോജിസ്റ്റിക്സ് വേണം, അത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങൾ വേണം. അതുപോലെ തന്നെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഉറപ്പുവരുത്തണം. ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഉറപ്പുവരുത്തണം. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നിട്ട് എന്തെങ്കിലും ഡയറി പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി വേണം നമുക്ക്, അല്ലെങ്കിൽ അത് ഒരു ഇന്ത്യൻ പ്രോഡക്ട്സിന് ഒരു നെഗറ്റീവ് പിക്ചർ ആയിരിക്കും UK-യിൽ കിട്ടുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇതുപോലെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിസിനസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമുക്ക് ഉറപ്പുവരുത്തണം. ദെൻ വാട്ട് ഇസ് ദ വേ ഫോർവേഡ്? ഇതൊക്കെയാണ് ചലഞ്ചസ്. ദെൻ വേ ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ improve awareness among the exporters, simplify the customs and export procedures. പലപ്പോഴും നമുക്ക് കസ്റ്റം ആൻഡ് എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയാലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ വി നീഡ് ടു സിംപ്ലിഫൈ ദാറ്റ്. എൻഹാൻസ് ദ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലോജിസ്റ്റിക്സ്, നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ലോജിസ്റ്റിക്സും ഇൻഫ്രാസ്ട്രക്ചറും കൂട്ടുക. ദെൻ ബിൽഡ് കോമ്പറ്റീറ്റീവ്നെസ് റാദർ ദാൻ റിലൈയിങ് ഓൺ ലോങ് ടൈം പ്രൊട്ടക്ഷനിസം. അതായത് പണ്ടൊക്കെ നമ്മൾ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണതിൽ ഒരുപാട് താരിഫൊക്കെ ചുമത്തിയിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലെ ഇന്ത്യൻ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത്, അതായത് പ്രൊട്ടക്ഷനിസം ചെയ്യാണ്ട് മറിച്ച് ഇമ്പോർട്ട് ചെയ്യട്ടെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്പനീസും നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസും വളർന്നോളും, അവരുടെ ക്വാളിറ്റിയും അവരുടെ വാല്യൂ ഒക്കെ തന്നെ കൊടുക്കണം. സോ ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് കൊടുക്കുക, അല്ലാണ്ട് റാദർ ദാൻ ജസ്റ്റ് നിയർ പ്രൊട്ടക്ഷനിസം ഒഴിവാക്കുക. ഓക്കെ. Then the second news, the Union government approved phase 2 of the India Semiconductor Mission with an outlay of 1.27 lakh crore
to strengthen India's semiconductor and electronics manufacturing ecosystem. First thing, what is a semiconductor? Semiconductor എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടർ എന്താ? കറണ്ട് കടത്തി വിടുന്നത്. സെമികണ്ടക്ടർ എന്താ? ഇൻസുലേറ്റർ എന്താ? കറണ്ട് കടത്തി വിടാത്തത്. ഇതിനിടയിലുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ള ആൾക്കാരാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലൈക്ക് സിലിക്കൺ മുതലായിട്ടുള്ള. പക്ഷെ ഇതുപോലെയുള്ള സെമി കണ്ടക്ടേഴ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ അഡ്വാൻസ്ഡ് ടെക്നോളജി. അതിപ്പോൾ AI ആണെങ്കിലും റോബോട്ടിക്സ് ആണെന്നുണ്ടെങ്കിലും ഡിഫൻസ് മേഖലയിലാണെങ്കിലും മിസൈൽ ആ മേഖലയൊക്കെ ബിൽഡ് ചെയ്യാനൊക്കെ നമുക്ക് ഈ സെമി കണ്ടക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ്. അപ്പോൾ സെമി കണ്ടക്ടർ ആണെങ്കിൽ നമ്മൾ നിലവിൽ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുക നമ്മുടെ പല രാജ്യങ്ങളിൽ നിന്ന്, തായ്വാനിൽ നിന്നും ചൈനയിൽ നിന്നും സൗത്ത് കൊറിയയിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇമ്പോർട്ട് ഡിപ്പെൻഡൻ്റ് ആണ് ഒരു പരിധി വരെ സെമി കണ്ടക്ടേഴ്സിന്. സോ നമുക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ കൊണ്ടുവന്നേക്കുന്നത്. അതിൻ്റെ phase 2 ആണ് ഇപ്പോൾ നിലവിൽ വന്നേക്കുന്നത്. അപ്പോൾ phase 2ൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തിങ് ഇസ് ദ ബഡ്ജറ്ററി അലോക്കേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 1.27 lakh crore ആണ് പറഞ്ഞ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന് കൊടുത്തേക്കുന്നത്. ദെൻ ഇൻസെൻറ്റീവ് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് മാനുഫാക്ചറിങ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ്, അതായത് നമുക്ക് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് എന്നൊക്കെ കേട്ടില്ലേ. പ്രൊഡക്ഷൻ അനുസരിച്ച് നമ്മൾ ഇൻസെൻറ്റീവ്സ് കൊടുക്കും. അത് മീൻസ് ആ ഒരു സെക്ടർ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പ്രൊഡക്ഷൻ എങ്ങനെ അനുസരിച്ച് ഇൻറ്റൻസീവ് കൊടുക്കും. അതുപോലെ തന്നെ സെമി കണ്ടക്ടർ മേഖലയിലാണെങ്കിൽ അതെന്തോരം മാനുഫാക്ചർ ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ട് ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് അത് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. ദെൻ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ മേക്ക് ഇൻ ഇന്ത്യ എ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് ഹബ്. നമുക്കൊരു സെമി കണ്ടക്ടർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഹബ്ബായിട്ട് ഇന്ത്യനെ മാറ്റണം എന്നുള്ള ലക്ഷ്യം ഇന്ത്യക്കുണ്ട്. അതുപോലെ തന്നെ ഈ സ്കീം ഫോക്കസ് ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് വാല്യൂ ചെയിനിങ് സ്ട്രെങ്തൻ ചെയ്യുക, അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് കാപ്പബിലിറ്റീസ് ഒക്കെ സെമി കണ്ടക്ടർ മേഖലയിൽ ഉറപ്പുവരുത്തും. എന്താണ് ഈ ഹ്യൂമൻ ക്യാപിറ്റൽ? അതായത് പലപ്പോഴും നമുക്ക് ഇപ്പം നിലവിൽ ഈ സെമി കണ്ടക്ടർ മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കേഴ്സിൻ്റെ എണ്ണം ഇന്ത്യയിൽ കുറവാണ്. അതായത് ആ അഡ്വാൻസ് സ്കില്ലായിട്ടുള്ള വർക്കേഴ്സ് കുറവാണ്, ഡിസൈനേഴ്സ്, എഞ്ചിനീയേഴ്സ് ഒക്കെ. സോ വി നീഡ് ടു ക്രിയേറ്റ് ദാറ്റ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഓക്കെ, ദെൻ ഇതൊരു ഷോർട്ട് ടേം വിഷനായിട്ട് എടുക്കാണ്ട് ലോങ് ടേം വിഷനായിട്ടാണ് ഗവൺമെൻറ് എടുത്തേക്കുന്നത്. അതായത് കുറച്ച് നാളത്തേക്ക് ഒരു 5 വർഷത്തേക്കുള്ള ഒരു പ്രോഗ്രാം ആയിട്ടുള്ള ഇത് ലോങ് ടേം ഒരു നമ്മുടെ വിഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയേഴ്സ് കൊണ്ടുവരുന്നത് എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ദെൻ എന്താണ് ഇതിൻ്റെ എക്കണോമിക് സിഗ്നിഫിക്കൻസ് നോക്കാം. ദ ഫസ്റ്റ് തിങ്, ഇറ്റ് റെഡ്യൂസസ് ദ ഡിപ്പെൻഡൻസ് ഓൺ സെമി കണ്ടക്ടർ ഇമ്പോർട്ട്സ്. അതായത് കറൻലി അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പല രാജ്യങ്ങളും ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സെമി കണ്ടക്ടറിൻ്റെ മാനുഫാക്ചറിങ്ങിന്. സെമി കണ്ടക്ടറിൻ്റെ ഉപയോഗിക്കാനായിട്ട് പല രാജ്യങ്ങളും നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നത്. സോ നമുക്കൊരു ആ ഇമ്പോർട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ദെൻ ബൂസ്റ്റ് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് ആൻഡ് ഓൾസോ സപ്പോർട്ട് അവർ പ്രോഗ്രാംസ് ലൈക്ക് മേക്കിംഗ് ഇന്ത്യ, ആത്മനിർഭർ, ആത്മനിർഭർ ഭാരത്. അതുപോലെ എൻകറേജസ് ദ ഹൈ വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്നോവേഷൻ. നമ്മൾ ഇതുപോലെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് ബൂസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇന്നോവേഷൻസിലോട്ടും കുറേ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലോട്ടും നയിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിലോട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. ദെൻ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് സെമി കണ്ടക്ടർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിഫൻസ് സിസ്റ്റംസ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക് വെഹിക്കിൾസ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്. സോ നമ്മുടെ സ്ട്രാറ്റജിക് ഒരു സിഗ്നിഫിക്കൻസും ഈ ഒരു പ്രോഗ്രാം വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. ദെൻ ഹ്യൂമൻ ക്യാപിറ്റൽ. ഇന്ത്യയിൽ ഇപ്പം നിലവിൽ ടാലൻറ്റ്, അതായത് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ അവർ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നു, ഇന്ത്യയിലല്ലാണ്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്നു. സോ ഇറ്റ് ലീഡ്സ് ടു ബ്രെയിൻ ഡ്രെയിൻ. ഓക്കെ, അപ്പം ബ്രെയിൻ ഡ്രെയിനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ദെൻ വാട്ട് ഇസ് എ ചലഞ്ച്? The first challenge, the first phase projects are yet to begin commercial production. The first phase നമ്മൾ കുറേ പ്രൊജക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കൊമേഴ്ഷ്യൽ ലെവലിലുള്ള പ്രൊഡക്ഷൻ സെമി കണ്ടക്ടറിൻ്റെ കൊമേഴ്ഷ്യൽ ലെവലിലുള്ള പ്രൊഡക്ഷൻ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. ദെൻ ഇന്ത്യ ലാക്സ് അഡ്വാൻസ്ഡ് ഫാബ്രിക്കേഷൻ ടെക്നോളജീസ് ലൈക്ക് എക്സ്ട്രീം അൾട്രാവയലറ്റ് ലിത്തോഗ്രാഫി. അതായത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നോളജി ആവശ്യമുണ്ട്. ആ ടെക്നോളജി ഇന്ത്യയിൽ ഇല്ല. ലൈക്ക് ദിസ്, ഓക്കെ, EUV ടെക്നോളജി. ദെൻ സ്ട്രോങ് കോമ്പറ്റീഷൻ ഫ്രം കൺട്രീസ്. അതായത് നമ്മളിപ്പോൾ മാനുഫാക്ചർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ഈ തായ്വാൻ, സൗത്ത് കൊറിയ, USA, ചൈന, ജപ്പാൻ ഈ രാജ്യങ്ങളിലൊക്കെ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് സെമി കണ്ടക്ടർ വരുന്നുണ്ട്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രോഡക്ട്സിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ ഇത്തിരി സമയം പിടിക്കും.
ദെൻ ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ടെക്നോളജി ആൻഡ് എക്യുപ്മെന്റ്. നമ്മളിപ്പോൾ നിലവിൽ സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ടെക്നോളജി ഇന്ത്യയിലോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ടെക്നോളജിയും എക്യുപ്മെന്റ്സും വേണം. ദെൻ ഷോർട്ടേജ് ഓഫ് ഹൈലി സ്കിൽഡ് മാനുഫാക്ചറിംഗ് വർക്ക് ഫോഴ്സ്. ദെൻ വാട്ട് ഇസ് ദ വേ ഫോർവേഡ്? ദ ഫസ്റ്റ് തിങ്, ഇൻവെസ്റ്റ് ഇൻ അഡ്വാൻസ്ഡ് സെമി കണ്ടക്ടർ ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ നിലവിൽ ഇപ്പോൾ 0.6% ഓഫ് GDP സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പം നിലവിൽ ഇപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിൽ നോക്കുന്നു. സോ വി നീഡ് ടു ഫോക്കസ് ഓൺ ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ദെൻ ഡെവലപ്പ് സ്കിൽഡ് വർക്ക് ഫോഴ്സ് ത്രൂ ദ അക്കാഡമി ആൻഡ് ഇൻഡസ്ട്രി കൊളാബറേഷൻ. അതായത് നമുക്ക് പല ആൾക്കാർക്കും ഇതിനുള്ള കഴിവുണ്ടാവും, പക്ഷെ ജോലി കിട്ടുന്നില്ല. ഓക്കെ, അതായത് ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അക്കാഡമിക്സിൽ മാറ്റം വരുത്തിയിട്ട് ഒരു ഇൻഡസ്ട്രി അക്കാഡമി, ഒരു കോർപ്പറേഷൻ തമ്മിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ പഠിക്കുന്ന ആൾക്കാർക്ക് സെമി കണ്ടക്ടർ മേഖലയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കും. ദെൻ പ്രൈവറ്റ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൊമോട്ട് ചെയ്യാം. ദെൻ സ്ട്രെങ്തൻ ദ ഇന്റർനാഷണൽ പാർട്ണർഷിപ്പ്. മറ്റ് രാജ്യങ്ങളുള്ള പാർട്ണർഷിപ്പും കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ന്യൂസ്, ദ സുപ്രീം കോർട്ട് ക്ലാരിഫൈഡ് ദാറ്റ് ദ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഓഫ് ഇലക്ടോറൽ റൂൾസ് is made only for election and cannot be used for determining citizenship or denying welfare schemes. അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുന്നുണ്ട്. അതെന്താ? ഈ ഇലക്ടോറൽ റോൾ അപ്ഡേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. എന്താ ഇപ്പോൾ ഇലക്ടോറൽ റോൾ? അതായത് ഒരു ഇലക്ഷന് ഏതൊക്കെ ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയില്ലേ. അപ്പം അത് ആ ഒരു ലിസ്റ്റിനാണ് ഇലക്ടോറൽ റോൾ എന്ന് പറയുന്നത്. ആ ഇലക്ടോറൽ റോളിൽ മാറ്റം വരുത്തുക അല്ലെങ്കിൽ അപ്ഡേഷൻ വരുത്തുന്നതാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ട്, ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഈ ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ട് വെസ്റ്റ് ബംഗാളിൽ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെസ്റ്റ് ബംഗാൾ ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് അവിടുത്തെ ഉള്ള വെൽഫെയർ സ്കീമിലുള്ള ആൾക്കാരെ ചില ബെനിഫിഷ്യറീസിനെ റിമൂവ് ചെയ്ത് കളഞ്ഞു. അവർക്ക് അതിനുള്ള യോഗ്യതയില്ല. ഈ ഒരു SIR നടന്നപ്പോൾ കുറച്ച് ഡാറ്റ കിട്ടി. അപ്പം അത് വെച്ചിട്ട് ഇവർക്ക് അതിനുള്ള യോഗ്യത ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ PDS സിസ്റ്റത്തിൽ നിന്ന് പേരുകളെടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ ബാക്ക്വേർഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റിവ്യൂ ചെയ്യാനും ക്യാൻസൽ ചെയ്യാനൊക്കെ ഈ ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ട് ഗവൺമെന്റ് ഈ ഒരു ഡാറ്റ ഉപയോഗിച്ചു. ശരിക്കും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എന്ത് പറയുന്നത്, സുപ്രീം കോടതി പറയുന്നത്. എലക്ഷൻ റിലേറ്റഡ് ആയിട്ട് കൊണ്ടുവന്നേക്കുന്ന ഡാറ്റ കളക്ഷൻ എലക്ഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യാം, അല്ലാണ്ട് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് യൂസ് ചെയ്തത് എന്ന് പറഞ്ഞു. ഓക്കെ. ദെൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ സുപ്രീം കോടതി എന്തൊക്കെയാണ് പറഞ്ഞത്. ദെൻ സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഇലക്ടോറൽ റോൾ കൊണ്ടുവരുന്നതിന്, അതായത് ആർക്കൊക്കെ വോട്ട് ചെയ്യാൻ പറ്റും, വോട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഡാറ്റ ഇപ്പോൾ ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം ഇല്ല എന്ന് വിചാരിക്കാം, ആ ഒരു ഇലക്ടോറൽ ലിസ്റ്റിൽ ഇല്ല. അതിൻ്റെ അർത്ഥം ആൾ ഇന്ത്യൻ സിറ്റിസൺ അല്ല എന്നല്ല. ഓക്കെ, അതായത് ലിസ്റ്റിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടും ആൾ ഇന്ത്യൻ സിറ്റിസൺ ആകില്ല എന്നുള്ളൊരു നിർബന്ധമില്ല. അതായത് ഇലക്ഷൻ കമ്മീഷന് സിറ്റിസൺഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാനുള്ള അധികാരം ഇല്ല എന്നും സുപ്രീം കോടതി പറഞ്ഞു. സിറ്റിസൺഷിപ്പ് റിലേറ്റഡ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ? സിറ്റിസൺഷിപ്പ് ആക്ട് ഉണ്ട് 1955. അതിൻ്റെ കീഴിൽ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റീസ് ഉണ്ട്. അവർക്ക് മാത്രമേ അവർ ഇന്ത്യൻ സിറ്റിസൺ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വോട്ടിങ്ങിൽ അല്ലെങ്കിൽ ഇലക്ടോറൽ പേരിലാന്ന് വെച്ചിട്ട് സിറ്റിസൺ ആണ് അല്ലാന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ. ദെൻ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ലീഗൽ പ്രൊവിഷൻസ് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തെന്നുള്ളൂ. ആർട്ടിക്കിൾ 324 എന്താ? നമ്മളൊരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് ഒക്കെ ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറ്റിക് പോർഷൻ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വെച്ചാൽ മതി. 324 ആണ് ഇലക്ഷൻ കമ്മീഷന് രൂപീകരണം നൽകുന്നത്. ദെൻ ആർട്ടിക്കിൾ 5 to 11 ആണ് സിറ്റിസൺഷിപ്പിന് റിലേറ്റഡ് ആയുള്ള കാര്യങ്ങൾ പറയുന്നതും. പിന്നെ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ആണ് ഗവേൺസ് അക്വിസിഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതേ മേഖലയിൽ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ ആ ഒരു ആൻസറിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഇതെന്തായാലും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. ആർട്ടിക്കിൾ 324, ആർട്ടിക്കിൾ 5 to 11 and Citizenship Act of 1955. Then what is the significance? The significance is reinforce the limited constitutional role of Election Commission of India. Election Commission of India വലിയ റോളുകൾ ചില സമയം എടുക്കാൻ നോക്കും. അതിന് അതിൻ്റേതായിട്ടുള്ള റോളുണ്ട്, അവിടെ നിൽക്കണം അല്ലേ. അപ്പോൾ reinforces the limited constitutional role of Election Commission of India, protect the citizens from the arbitrary denial of welfare benefits, then prevents misuse of electoral data by the executive authority. പല സമയം ഗവൺമെന്റ് ഈ ഡാറ്റ മിസ്യൂസ് ചെയ്യാറുണ്ട്, എൻ്റെ ആവശ്യമില്ല. Then strengthen the constitutional safeguards and rule of law. Okay. The next news. A debate has arisen over whether the parliament can continue impeachment proceedings against the former High Court Justice Yashwant Verma after his resignation.
അതായത് ഒരു ഹൈക്കോടതി ജഡ്ജി ഓൾറെഡി റിസൈൻ ചെയ്തിട്ടും ആളെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രോസസ്സ് പാർലമെന്റിൽ നടക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യകതയുണ്ട്. ഓൾറെഡി ആൾ റിസൈൻ ചെയ്ത് പോയതല്ലേ, പിന്നെ എന്തിനാ നമ്മൾ ഇംപീച്ച് ചെയ്യേണ്ട ആവശ്യം? ഓക്കെ, ഇതാണ് ഈ ന്യൂസിന് പറയുന്നത്. സോ എങ്ങനെയാണ് നമുക്ക് സ്റ്റാറ്റിക് പോർഷൻ ലിങ്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ഹൈക്കോടതി ജഡ്ജിനെയോ സുപ്രീം കോടതി ജഡ്ജിനെയോ റിമൂവ് ചെയ്യുന്നത്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്താ, ഈ ഒരു മേഖലയിലാണ് ഈ ന്യൂസിനെ കാണുന്നത്. അതായത് പൊളിറ്റിക്കൽ ബയാസ്നെസ് വെച്ച് നമ്മൾ നോക്കരുത്. ദ ഫസ്റ്റ് തിങ്, കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ് ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാം. ഓക്കെ, ഒരു സുപ്രീം കോടതി ജഡ്ജിനെ ഹൈക്കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യാനാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു പണിഷ്മെന്റ് ഒന്നുമല്ല. ദെൻ റോൾ ഓഫ് പാർലമെന്റ് ആണ് റിമൂവ് ചെയ്യണമെങ്കിൽ ഹൈക്കോടതി ജഡ്ജിനെയും സുപ്രീം കോടതി ജഡ്ജിനെയും പാർലമെന്റ് ആണ് റിമൂവ് ചെയ്യുന്നത്. കുറച്ച് പ്രോസസ്സ് ഉണ്ട്, അത് എന്താണെന്ന് നോക്കാം. പിന്നെ ഇതുപോലെ റിമൂവ് ചെയ്യുമ്പോൾ കുറച്ച് പ്രോസസ്സ് ദാറ്റ് ഷുഡ് എൻഷുവർ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസി. അതായത് ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ഇത് മൂന്ന് ഓർഗൻ ആക്ച്വലി. സോ നമ്മൾ ഒരാളുടെ ഇതിലോട്ട് കൈയേറ്റം ചെയ്യരുത് അധികാരത്തിലോട്ട്. ഇപ്പം എക്സിക്യൂട്ടീവ് അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ ജുഡീഷ്യറിയുടെ കാര്യങ്ങൾ ഇന്റർവ്യൂ ചെയ്യരുത് അധികം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഓൾറെഡി കുറേ പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസിന്റെ ഒരു മാറ്ററും കൂടി ഈ ഒരു ന്യൂസും മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം പാർലമെന്റ് ഇടപെടുന്നുണ്ട് അല്ലേ. ദെൻ നമുക്ക് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നോക്കാം. ഫസ്റ്റ് തിങ്, ആർട്ടിക്കിൾ 121. ഞാൻ പറഞ്ഞു ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അതിലായിട്ടുള്ള ആർട്ടിക്കിൾ 121 എന്ന് പറയുന്നത് prohibits discussion in the parliament on the conduct of Supreme Court and High Court judges except impeachment proceedings. അതായത് ആർട്ടിക്കിൾ 121 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതിയുടെയും ഹൈക്കോടതി ജഡ്ജിമാരുടെയും എന്തൊക്കെ അവർ ചെയ്യുന്നു എന്നുള്ള കാര്യം പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. എക്സെപ്റ്റ് അവർ റിമൂവ് ചെയ്യണ മോഷൻ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരാണെങ്കിൽ മാത്രം സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയും ജഡ്ജിമാരൊക്കെ എന്ത് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇറ്റ് എൻഷുറിങ് ദ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലേ. Then Article 124, it provides the procedure for the removal of Supreme Court judge. 124 ക്ലോസ് 4ലാണ് എന്ത്, ഒരു സുപ്രീം കോടതി ജഡ്ജിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി റിമൂവിൻ്റെ ഡീറ്റെയിൽഡ് പ്രൊസീജിയേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. മറിച്ച് ആർട്ടിക്കിൾ 124 പറയുന്നത് ഈ 2 ഗ്രൗണ്ട്, പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ആൻഡ് ഇൻകംപാസിറ്റി എന്ന് പറഞ്ഞ 2 ഗ്രൗണ്ടിലാണ് ഒരു സുപ്രീം കോടതി ജഡ്ജിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സിമിലർലി ആർട്ടിക്കിൾ 217(1)(b) പറയുന്നുണ്ട് ഇതേ പ്രൊവിഷൻസ്. അതായത് ഹൈക്കോടതി ജഡ്ജിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ട ഗ്രൗണ്ട്സ് മെൻഷൻ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, അതായത് എങ്ങനെയാണ് ഒരു സുപ്രീം കോടതി ജഡ്ജിനെ ഹൈക്കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് പറയുന്നത് ജഡ്ജസ് എൻക്വയറി ആക്ടിലാണ്. ആ ആക്ടിലാണ് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് പറയുന്നത്. അപ്പം ആ ആക്ടിൽ എങ്ങനെയാണ് നോക്കാം, എങ്ങനെയാണ് നമുക്കൊരു സുപ്രീം കോടതി ജഡ്ജിനെയോ ഹൈക്കോടതി ജഡ്ജിനെയോ റിമൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് വി നീഡ് ടു പാർലമെന്റിൽ ഒരു മോഷൻ അവതരിപ്പിക്കണം, നോട്ടീസ് ഓഫ് മോഷൻ. അതായത് റിമൂവ് ചെയ്യണം. ഒരു ഹൈക്കോടതി ജഡ്ജിനെ സുപ്രീം കോടതിയിൽ റിമൂവ് ചെയ്യണമെങ്കിൽ സുപ്രീം കോടതി ലോകസഭയിലാണെങ്കിൽ ഒരു 100 ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ രാജ്യസഭയിലാണെങ്കിൽ ഒരു 50 ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് ആദ്യം ഒരു മോഷൻ കൊണ്ടുവരണം, റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മോഷൻ കൊണ്ടുവരുന്നുണ്ട്. ദെൻ ആ മോഷൻ നമ്മൾ പൊതുവെ സബ്മിറ്റ് ചെയ്യുന്നത് ഇറ്റ് വുഡ് ബി ലോകസഭയിലാണെങ്കിൽ സ്പീക്കറിന് സബ്മിറ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ രാജ്യസഭയിലാണെങ്കിൽ ചെയർമാന് സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് ചെയർമാന് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പീക്കറിന് വേണമെന്നുണ്ടെങ്കിൽ ഇത് അഡ്മിറ്റ് ചെയ്യാം, അഡ്മിറ്റ് ചെയ്യാതെ ഇരിക്കാം. ഓക്കെ, ദ സ്പീക്കർ ഓർ ചെയർമാൻ മേ അഡ്മിറ്റ് ഓർ റിജക്ട് ദ മോഷൻ. ദെൻ സ്റ്റെപ്പ് 3, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഇൻക്വയറി കമ്മിറ്റി. ഞാൻ പറഞ്ഞില്ലേ ഒരു ജഡ്ജസ് ഇൻക്വയറി ആക്ട് ഉണ്ടെന്ന് 1968. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മോഷൻ ഇപ്പോൾ സ്പീക്കർ അംഗീകരിച്ചു. ഓക്കെ, സ്പീക്കർ ഇത് അംഗീകരിച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിക്കും. ഒരു 3 മെമ്പറിന്റെ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജി ഉണ്ടാവും, ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ഉണ്ടാവും, ഒരു ഡിസ്റ്റിങ്ഷ്ഡ് ജൂറിസ്റ്റ് ഉണ്ടാവും. ഇവരായിരിക്കും ആ വ്യക്തി ശരിക്കും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന് നോക്കുന്നത്. അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുക അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രൊസീഡിങ്സ് ഒക്കെ അവിടെ ഉണ്ട്. ആ സുപ്രീം കോടതി ജഡ്ജിനെ ഒന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യം ഇല്ല, അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ പ്രൊസീഡിങ് അവിടെ വെച്ച് ക്യാൻസൽ ചെയ്യും. ഇനി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ ഇൻവെസ്റ്റിഗേഷൻ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ പാർലമെന്റിലോട്ട് ഈ കാര്യം പോകും. പാർലമെന്റ് പിന്നീട് റിമൂവൽ മോഷൻസ് നോക്കും. അതായത് ഇനി ഒരു തെറ്റ് ചെയ്തത് അംഗീകരിച്ചു, ഇനി അങ്ങനെ പാർലമെന്റിലെത്തി പാർലമെന്റിൽ ഒരു മോഷൻ ഒക്കെ പാസ്സാക്കാൻ പോവാണ്. ഒരു സെപ്പറേറ്റ്ലി ഒരു മോഷൻ കൊണ്ടുവരും. അതായത്
ലോകസഭയിലോട്ടും രാജ്യസഭയിലോട്ടും. രണ്ട് സഭയിലും സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യൽ മെജോറിറ്റിയിലാണ് ഇത് പാസ്സാക്കാനായിട്ട്. ആ സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കണം, രണ്ട് ഹൗസും പാസ്സാക്കണം, ജോയിന്റ് സിറ്റിംഗ് ഒന്നും വരില്ല, രണ്ട് ഹൗസും സെപ്പറേറ്റ്ലി പാസ്സായിട്ട് ഓക്കെ ലോകസഭ അംഗീകരിച്ചു, ഞാൻ രാജ്യസഭ സ്പെഷ്യൽ മെജോറിറ്റിയിലേക്ക് പാസ്സാക്കിയിട്ടുണ്ട്, എന്നിട്ട് ഇത് അടുത്ത് പ്രസിഡന്റിന് കൊണ്ടുകൊടുക്കും. പ്രസിഡന്റിന് ഈ പറഞ്ഞ പോലെയാണ്, പ്രസിഡന്റിന് വേണമെന്നുണ്ടെങ്കിൽ after the both houses passes, the motion is sent to the president. പ്രസിഡന്റിലോട്ട് എത്തിക്കുന്നു. Then president issues an order removing the judge. പ്രസിഡന്റ് ഓക്കെ റിമൂവ് ചെയ്യുന്നു, പാർലമെന്റ് ഓൾറെഡി പാസ്സാക്കി കഴിഞ്ഞപ്പോൾ റിമൂവ് ചെയ്യുന്ന ഒരു ഓർഡർ കൊണ്ടുവരും. ആ ഓർഡർ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ആ ഒരു ജഡ്ജ് അവിടെ നിന്ന് റിമൂവ്ഡ് ആവുള്ളൂ. ഇതാണ് ഒരു പ്രൊസീജിയർ. ഇത് ഓൾറെഡി നമ്മൾ സ്റ്റാറ്റിക് പോർഷനിൽ പഠിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു എന്നേ ഉള്ളൂ. ദെൻ കുറച്ച് കേസുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് ഗോപാൽ ചന്ദ്ര മിശ്ര 1978 ഒരു കേസിൽ പറയുന്നുണ്ട് റെസിഗ്നേഷൻ ചെയ്യാനായിട്ട് ആക്ച്വലി പ്രസിഡന്റിന്റെ സമ്മതമൊന്നും വേണ്ടാണ്. ഓക്കെ, റിസൈൻ ചെയ്തത് പ്രസിഡന്റ് അംഗീകരിക്കുന്നില്ല. റിസൈൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജഡ്ജിന് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് റിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ റിസൈൻ ചെയ്തിട്ടും ഈ ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് നടത്തേണ്ട ആവശ്യകതയുണ്ടോ? ഒരു പാസ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റിസ് PD ദിനകരൻ, ജസ്റ്റിസ് സൗമിത്ര സെൻ, ഇവരൊക്കെ ആക്ച്വലി റിസൈൻ ചെയ്തു. ഇവരുടെ ഇംപീച്ച്മെന്റ് പ്രൊസീജിയേഴ്സ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവർ റിസൈൻ ചെയ്തു പോയി. അപ്പോൾ പിന്നെ ഇംപീച്ച്മെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ ഇനി കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഇല്ലസ്ട്രേറ്റ് ദ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി, ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ നമുക്ക് ഉറപ്പ് വരുത്തണം എന്നുള്ള കാര്യം കൂടി ഈ ന്യൂസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ജസ്റ്റ് വായിച്ചാൽ മതി ബാക്കി കാര്യങ്ങൾ, അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ അധികം ഇല്ല. ദെൻ ലാസ്റ്റ് ന്യൂസ് ഈസ് ദ about Kerala government launched Operation Tufan in June 2026 to combat the rising menace of narcotics, drugs and psychotropic substance through coordinated interstate and multi-agency action. നമുക്കറിയാവുന്നതാണ്, കേരളത്തിലുള്ള എല്ലാവർക്കും അറിയുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് എന്താണ്. ഓപ്പറേഷൻ തൂഫാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പരിധി വരെ സക്സസ് ആയിട്ടുണ്ട്. സോ നമുക്ക് കേരളത്തിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്തു, അല്ലാതെ കേരളത്തിൽ എങ്ങനെ സക്സസ് ആയത് എല്ലാം നമുക്കറിയാം. നമുക്കൊരു നാഷണൽ ലെവലിൽ ഇത് എങ്ങനെ ഇമ്പോർട്ടൻറ്റ് നോക്കാം, എങ്ങനെയാണ് ഒരു നാർക്കോട്ടിക്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെനേഴ്സിനെ എങ്ങനെയാണ് നമുക്ക് ഡീൽ ചെയ്യാൻ നോക്കാം. ഈ ന്യൂസിൽ സ്പെസിഫിക് ആയിട്ട് നോക്കുമ്പോൾ കേരളത്തിലത്തെ കേസ് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ NDPS കേസ് ഓൾറെഡി കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എറണാകുളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പറഞ്ഞ പോലെ കേസസ് NDPS കേസിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ദെൻ കേരളത്തിൽ എന്ത് ചെയ്തു എന്നതിൻ്റെ അകത്ത് പറഞ്ഞിട്ട് കേരള പോലീസും സെൻട്രൽ ഏജൻസീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെല്ലാവരും കൂടി ഒരു കോർഡിനേറ്റർ ആക്ടിവിറ്റി ഒക്കെ നടന്നതാണ്. കാരണം സ്കൂളിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് സ്കൂൾ അതോറിറ്റീസിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് ഇത്തരം കേസുകളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള കോർഡിനേഷൻ വേണം, ഇത് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലേ. അപ്പോൾ ഒരു കോർഡിനേറ്ററുള്ള ആക്ടിവിറ്റി ആയിരുന്നു ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പൊതുവെ നോക്കുകയാണെങ്കിൽ ഏതൊരു പ്രൊജക്റ്റും അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു ഓപ്പറേഷൻ സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ കേസ് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വി നീഡ് ടു ആൻ ഇൻറ്റഗ്രേറ്റഡ് എൻഫോഴ്സ്മെൻറ്റ് അക്രോസ് ഏജൻസീസ്. പല ഏജൻസീസും നാഷണൽ ലെവലിൽ തൊട്ടിട്ട് ലോക്കൽ ലെവലിലെ ഏജൻസീസിൻ്റെ ഒരു കോർഡിനേഷൻ ഇല്ലാതെ ഇത്തരം പ്രോജക്ട്സിലെ ഓപ്പറേഷൻ സക്സസ് ആകാൻ ബുദ്ധിമുട്ടാണ്. ദെൻ ഈ ഒരു കോർഡിനേഷൻ ഇവിടെ ഉറപ്പുവരുത്തിയിരുന്നു, ഓപ്പറേഷൻ തൂഫാനിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. പബ്ലിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രഗ് വിക്ടിംസ്, പല ആൾക്കാരെ അവിടെ സോഷ്യലി ഐസൊലേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഇയാൾ ഇത്രയധികം MDMA പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവനൊരു സോഷ്യൽ ഐസൊലേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് അഡിക്ഷനിൽ നിന്ന് പുറത്തേക്ക് വരാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അവർ റീഹാബിലിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്. ദെൻ സ്പീഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രോസിക്യൂഷൻ, ഈ ഡ്രഗ് റിലേറ്റഡുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പെൻഡൻസി കിടക്കുമായിരുന്നു കോടതിയിലൊക്കെ, അത് കുറച്ച് സ്പീഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ സ്ട്രെങ്തൻ ദ ഇന്റർസ്റ്റേറ്റ് കോർഡിനേഷൻ. ഇന്റർസ്റ്റേറ്റ് കോർഡിനേഷൻ്റെ ആവശ്യകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതെന്ന് പറയുന്നത് ഒരു കേരളത്തിലെ മാത്രം അല്ലാന്നുണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്തെ മാത്രം പ്രശ്നമായിരിക്കില്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കും ഡ്രഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക. അപ്പോൾ ഒരു ഇന്റർസ്റ്റേറ്റ് കോർഡിനേഷൻ ഇല്ലാണ്ട്, അല്ലെങ്കിൽ ചില സമയം ഇന്റർനാഷണൽ ലെവലുള്ള കോർഡിനേഷൻ ഇല്ലാണ്ട് നമുക്ക് ഇതുപോലുള്ള ഒരു മിനീസ് അല്ലാന്നുണ്ടെങ്കിൽ ഈ NDPS കേസൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദെൻ ചലഞ്ചസ് എന്തൊക്കെയാണ് ഇത്തരം കേസിൽ ചലഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡ് സ്പ്രെഡ് ഓഫ് സിന്തറ്റിക് ഡ്രഗ്സ്. ഈ സിന്തറ്റിക് ഡ്രഗ്സ് MDMA മുതലുള്ള ഡ്രഗ്സ് ഒക്കെ ഭയങ്കര സ്പ്രെഡ് ആകുന്നുണ്ട്. സോ ഇത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സ്പ്രെഡ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ദെൻ വീക്ക് ഫോറൻസിക് എവിഡൻസുകൾ കുറവാണ് നമുക്ക് ഫോർ എഫക്റ്റിംഗ് ദ കൺവിക്ഷൻ റേറ്റ്. ഓക്കെ, ഈ ഫോറൻസിക് ഇത് കൺവിക്ഷൻ റേറ്റ് മീൻസ് നമ്മളൊരു ഡ്രഗ് പിടിച്ചു, ഓക്കെ, അതിൻ്റെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാർ വരണം,
അപ്പോൾ ആ ഒരു എവിഡൻസ് ഫോറൻസിക് ബാങ്കിൽ നിന്നുള്ള ചെറിയൊരു എന്താ പറയുക പോരായ്മയും കൂടി ഈ ഒരു കേസ് ഡീൽ ചെയ്യുന്നതിൽ വരുന്നുണ്ട്. ദെൻ റിക്രൂട്ട്മെന്റ് ഓഫ് യൂത്ത് ആസ് ഡ്രഗ് കാരിയേഴ്സ് ആയിട്ട് ഏറ്റവും യൂത്തിനെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഇസ് ദ വേ ഫോർവേഡ്? We need to upgrade the cyber forensic capabilities, strengthen the forensic laboratories, intelligence sharing through the NCORD. അതായത് നാർക്കോ കോർഡിനേഷൻ സെന്റർ. അതായത് ഇതിൻ്റെ ഓർഗനൈസേഷൻ്റെ പ്രത്യേകിച്ച് ഇറ്റ് എൻഹാൻസസ് ദ ഇന്റലിജൻസ് ഷെയറിംഗ് അഗെയിൻസ്റ്റ് നാർക്കോട്ടിക്സ് ട്രാഫിക്കിംഗ്. നാർക്കോട്ടിക്സ് ട്രാഫിക്കിംഗ് റിലേറ്റഡ് ഇന്റലിജൻസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ആരാ? ഈ പറഞ്ഞ ഓർഗനൈസേഷനാണ്, അതായത് NCORD, എൻകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവരായിട്ടുള്ള ഒരു എന്താ പറയുക ഇന്റലിജൻസ് ഷെയറിംഗ് ഒക്കെ എന്താ പറയുക നമ്മൾ യൂസ് ചെയ്യണം, എങ്കിലിത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ പബ്ലിക് അവയർനെസ് കൂട്ടണം, റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് കൂട്ടണം, അതുപോലെ തന്നെ ഇന്റർ സ്റ്റേറ്റ് ചില സമയത്ത് ഇന്റർനാഷണൽ ലെവലുള്ള കോർഡിനേഷൻ ഇതുപോലെയുള്ള NDPS കേസുകൾ കുറയ്ക്കാൻ നമുക്ക് വേണ്ടി വരും. ഓക്കെ, ദെൻ we are giving a main science writing question. You can write this and you can send it to this mail ID. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാല്യൂ ചെയ്ത് നിങ്ങൾ തന്നിരിക്കുന്ന അയച്ച മെയിൽ ഐ ഡിയിലോട്ട് തിരിച്ചയക്കുന്നതായിരിക്കും. സോ മാക്സിമം യൂസ് ചെയ്യുക ഈ ഒരു ഇനീഷ്യേറ്റീവ്. ഓക്കെ, ദെൻ താങ്ക് യു.